ആകാശവാണി കോഴിക്കോട്. കാലം സാക്ഷി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി. കേരളപ്പിറവിക്ക് ശേഷം മലയാള ഭാഷ കണ്ട ഏറ്റവും വലിയ വിസ്മയമാണ് MT എന്ന MT വാസുദേവൻ നായർ. തലമുറകൾക്ക് മുമ്പിൽ വായനയുടെ ദീപ്തിയായിരുന്നു MT. ജീവിതത്തിന്റെ അലകും പിടിയും മാറുമ്പോഴും ഏറ്റവും പുതിയ വായനക്കാരന്റെ മുമ്പിൽ അദ്ദേഹമുണ്ട്. കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, ലേഖകൻ, പ്രഭാഷകൻ എന്നിങ്ങനെ സമസ്ത സാംസ്കാരിക മേഖലകളിലും തന്റെ കയ്യൊപ്പ് ആഴത്തിൽ പതിപ്പിച്ച പ്രതിഭയായിരുന്നു അദ്ദേഹം. 1933 ജൂലൈ 15 കൂടല്ലൂരിലെ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരെന്ന MTയുടെ ജനനം. സ്കൂൾ പഠനകാലം മുതലേ എഴുത്തിന്റെ ലോകത്തേക്ക് പേന ചലിപ്പിച്ചു തുടങ്ങി. 1958 പ്രസിദ്ധീകരിച്ച നാലുകെട്ടാണ് ആദ്യ നോവൽ. 1959 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുമ്പോൾ MTക്ക് പ്രായം 25. രണ്ടാം മൂഴം, അസുരവിത്ത്, മഞ്ഞ്, വാരാണസി തുടങ്ങി എഴുതിയ ഒട്ടുമിക്ക കൃതികളും പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. MTയിലെ എഴുത്തുകാരന്റെ ഔന്നത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു സുഭാഷ് ചന്ദ്രൻ. തനിക്ക് മുമ്പ് വന്ന എഴുത്തുകാർ നടന്ന് തേഞ്ഞ വഴികളിലൂടെ അല്ലാതെ സ്വന്തമായി ആൾക്കൂട്ടത്തിൽ തനിയെ എന്നോണം സഞ്ചരിച്ച ഒരു വലിയ എഴുത്തുകാരനെയാണല്ലോ നമ്മൾ ഓർമ്മിക്കുന്നത്. കഥയിലും നോവലിലും തിരക്കഥയിലും ചലച്ചിത്ര സംവിധാനത്തിലും പത്രപ്രവർത്തനത്തിലും സംഘാടന മികവിലും ഒരുപോലെ തിളങ്ങിയ 5-6 വലിയ വ്യക്തികൾ ഒന്നിച്ചു ചേർന്നതുപോലെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു MT സാറിൻ്റെതെന്ന് അദ്ദേഹത്തെ അടുത്തറിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവയിലെല്ലാം ഞാൻ കൂടുതൽ മാനിക്കുന്ന ഒരു ഘടകം എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പുലർത്തിയ വേറിട്ട അന്തസ്സിന്റെ ഒരു പ്രകാശനമാണ്. നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം എന്ന പഴയ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കും വിധം എന്തായിരിക്കണം ഓരോ വിഷയത്തിലും ഒരു എഴുത്തുകാരന്റെ നില എന്നും അദ്ദേഹം നമ്മെ പഠിപ്പിക്കാതെ പഠിപ്പിച്ചു തന്നു. ആക്ടിവിസ്റ്റുകളായി മുറവിളി കൂട്ടുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും MT വാസുദേവൻ നായരെ കണ്ടില്ല. എന്നാൽ മലയാളത്തിലെ ഏത് ആക്ടിവിസ്റ്റ് സാധിച്ചതിനേക്കാളും അധികം ആക്ടിവിസം തന്റെ രചനകളിൽ കലയുടെ മേലങ്കി അണിഞ്ഞ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. കൂടല്ലൂർ എന്ന ഗ്രാമത്തിൽ 2ാം ക്ലാസ്സിൽ ചേരുമ്പോൾ അവിടെയുണ്ടായിരുന്ന കോപ്പൻ മാഷെ എന്നും ഓർമ്മയിൽ കൊണ്ടുനടന്നു അദ്ദേഹം. തന്നെ താനാക്കിയ പ്രിയപ്പെട്ട ഗുരുവിനെ അദ്ദേഹം ഓർമ്മിക്കുന്നു. ആദ്യം പഠിപ്പിച്ച അധ്യാപകനാണ് കോപ്പൻ മാഷ്. എന്റെ ഗ്രാമത്തില് കൂടല്ലൂർ പ്രദേശത്ത് അന്ന് സ്കൂളൊന്നുമില്ല. ഇവിടെ നിന്ന് ഏതോ ഒരു മാഷ് വന്ന് വടക്കുമുറിയിൽ എവിടെയോ ഒരു സ്ഥലം വെച്ച് കെട്ടി 2 ക്ലാസ് മുറിയാക്കി. അതിലാണ് ഈ കുട്ടികൾ പഠിക്കാൻ പോയിരുന്നത്. ഈ 2 മുറിയിലും മാഷ് തന്നെയാണ് ക്ലാസ് എടുക്കുക. ഞാൻ മുതിർന്നതിന് ശേഷം വളരെ കാലം കഴിഞ്ഞിട്ട് ഈ കോപ്പൻ മാഷ് എവിടെ പോയി, ഏത് നാട്ടുകാരനായിരുന്നു, ഒരുപാട് അന്വേഷണം നടത്തി. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലാണ് ആദ്യം ഇരുന്നത്. 1ഉം 2ഉം ആയിരുന്നു. ഈ അധ്യാപകരുടെ ഒക്കെ രൂപം എൻ്റെ മനസ്സിലുണ്ട്. ലോകത്തിലുള്ള എല്ലാം വായിക്കാൻ പറ്റില്ല എന്ന് പഠിപ്പിച്ച പ്രഭാകരൻ നമ്പ്യാർ, അദ്ദേഹത്തിന്റെ രൂപം എൻ്റെ മനസ്സിലുണ്ട്. അതെപ്പോഴും ഉണ്ട്. രാമനാഥ അയ്യർ ഭയങ്കര മാഷ്, പക്ഷെ എന്നാലും ആദ്യം പഠിപ്പിച്ച മാഷ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. വെള്ളവസ്ത്രമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഒരു ബലമായ സംശയം, മുഖത്ത് വസൂരിക്കല്ലുണ്ടായിരുന്നു, ഉണ്ടായിരിക്കണം. എൻ്റെ ഓർമ്മ വളരെ ശരിയാണ്. സാധാരണ മറന്നുപോകില്ല. ഈ നാട്ടുകാരോടൊക്കെ ചോദിച്ചു, എൻ്റെ പ്രായക്കാരോടും എന്നെക്കാളും പ്രായമുള്ളവരോടും എല്ലാവരും കേട്ടിട്ടുണ്ടെന്നല്ലാതെ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോയി ആർക്കും അറിയില്ല. എഴുത്തിന്റെ കലയിൽ മുൻഗാമികൾ ആരും ഉണ്ടായിട്ടില്ല കുടുംബത്തിൽ എന്ന് MT പറഞ്ഞിട്ടുണ്ട്. കഥയിലേക്ക് കടന്നത് ഒരുപക്ഷെ അമ്മയോട് നാട്ടുവിശേഷം പറയാൻ വന്ന നാട്ടുകാരിലൂടെയാവാം. അമ്മയ്ക്കൊരു സദസ്സുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ അടുത്ത വീട്, അമ്മയ്ക്ക് പെൺകുട്ടികളില്ല. അപ്പൊ അടുത്ത വീടുകളിലൊക്കെ കുട്ടികള് ഊണൊക്കെ കഴിഞ്ഞ് പായൊക്കെ ചുരുട്ടി ഇവിടെ വന്ന് നമ്മുടെ കിസ്സൊക്കെ കേട്ട് പഴയ കാലത്ത് സിലോൺ പോയതും അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ പറയുന്നത് അതൊക്കെ. ഇപ്പം നമ്മളുടെ ഉള്ളിൽ അന്ന് ഇതിൻ്റെ ഒരു ബീജമുള്ളതുകൊണ്ട് നമ്മളിതൊക്കെ അന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ചു വെച്ചു. പിന്നെ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിച്ചു. ഇതേപോലെ തന്നെയാണ് നമ്മൾ നടക്കുമ്പോൾ പലതും വീണ് കിട്ടും.
നമ്മളതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നു. കുറേ കഴിഞ്ഞ് ആരും ഇല്ലാത്തപ്പോൾ അത് പുറത്തെടുത്ത് നോക്കുന്നു, മനസ്സിലേക്ക് വരുന്നു. അപ്പം അതിൽ എന്തോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാകുന്നു, നമ്മൾ എഴുതുന്നു. അറിയാത്ത ദ്വീപുകൾ തേടി യാത്ര ചെയ്യുന്ന നാവികനെ പോലെ വായനയുടെ ലോകത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ചു. ആ കാലത്ത് ഞാൻ 10ാം ക്ലാസ്സിലായിട്ടില്ല, 9ലെത്തി ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഹെഡ്മാഷ് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. എനിക്കൊരു സ്കോളർഷിപ്പ്, അത് 6 റുപ്യാണ് മന്ത്ലി, കൊല്ലത്തിലേക്ക് 72 റുപ്യ. അങ്ങനെ 2 കൊല്ലത്തേക്കുള്ള പൈസ അപ്പം ഇവിടുന്ന് തരിക. ഒപ്പിടിച്ച് 140 റുപ്യ, വലിയ സംഖ്യ. ഇവിടെ വന്ന് കൊച്ചിനായിട്ടൊണ്ടൊക്കെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആലോചിച്ചു, അമ്മയോട് ഇപ്പോൾ പറയണ്ട, നമുക്ക് പോയി പുസ്തകം വാങ്ങിക്കാം. വിരാഗ്രഹമൊക്കെ പോയിട്ട് മംഗളൂരത്ത് പോയിട്ട് കിട്ടാവുന്ന വലിയ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ചങ്ങമ്പുഴ ഒരുമാതിരി ഒരു ചെറിയ ലൈബ്രറിക്ക് വേണ്ട കുറേ പുസ്തകങ്ങൾ ശേഖരിച്ചു. അങ്ങനെ അത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ കവിത വായിക്കും, കഥ വായിക്കും, എല്ലാം വായിക്കും. അപ്പോൾ വായനയിൽ അങ്ങനെയാണ് ഈ കമ്പം കൂടുതലായിട്ട് വരും. ഏതും വായിക്കാമെന്നാണ് എൻ്റെ ഒരു സിദ്ധാന്തം. ഏത് വായനയിൽ നിന്നും കുറച്ച് വിവരങ്ങൾ കിട്ടാനുണ്ട്. പഴയ കാലത്ത് അന്ന് പുസ്തകങ്ങൾ ഇത്ര പ്രചരിച്ചിട്ടില്ല. എവിടെ നിന്നെങ്കിലും പുസ്തകം കൊണ്ടുവന്ന് വായിച്ചു കഴിഞ്ഞാൽ അവരത് പകർത്തിയിരുന്നു. പലപ്പോഴായിട്ട് അവസാനം എഴുതിയിട്ടുണ്ടാവും, ഗ്രന്ഥം പകർത്തിയത് ഇന്ന ആള്, അവരുടെ പേര് ലക്ഷ്മിക്കുട്ടി അമ്മ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പുസ്തകങ്ങൾ. ഇന്നിപ്പോൾ എല്ലാതരം വിനോദങ്ങളും മുമ്പിലുണ്ട്. അന്ന് ഈ പുസ്തകം തന്നെയുള്ളൊരു വിനോദേ. അന്ന് ഗ്രാമത്തിലെ വായന എന്ന് പറഞ്ഞാൽ കുട്ടികളാകുമ്പോൾ രാമായണം വായിക്കണം സന്ധ്യയായ. അവിടുന്ന് ഇവിടുന്നൊക്കെ പിന്നെ മൂത്ത ജ്യേഷ്ഠൻ ചില പുസ്തകമൊക്കെ കൊണ്ടുവരും, അതൊക്കെ വായിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വിസ്തരിച്ച് എഴുതിയിട്ടുമുണ്ട്. എന്താ വെച്ചാൽ കുമരനല്ലൂർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മനോക്കാവ് എന്നുള്ളൊരു വാസുണ്ണി നമ്പ്യാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ. പക്ഷേ ചില അറേഞ്ച്മെൻറ്റ്സ് ആയിട്ട് ചിലർ വന്നിട്ടില്ല. ഈ വാസുണ്ണി നമ്പ്യാർ മാഷ് വന്നിട്ട് 1 മണിക്കൂർ എൻഗേജ് ചെയ്യാൻ, 3/4 മണിക്കൂർ എൻഗേജ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കഥ പറയാൻ തുടങ്ങി ക്ലാസ്സിൽ. കുറച്ച് ദിവസങ്ങൾ ഞാൻ നടന്നു പോയിരുന്ന കാലത്ത് വാസുണ്ണി നമ്പ്യാരുടെ കൂടെയാണ് നടക്കുക ഞങ്ങൾ. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത് ആണ് 3 മസ്കറ്റിയേഴ്സ്, ഡൂമാസിൻ്റെ നോവല്. കുറേ ദിവസം എടുത്തിട്ടാണ്. അപ്പം അത് വളരെ രസം പിടിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് വായിക്കണമെന്ന് തോന്നി. അങ്ങനെ ഡൂമാസിൻ്റെ ഇത് വായിച്ചപ്പോൾ വേറെയും ചിലത് വായിക്കണം തോന്നി. തുഞ്ചൻ പറമ്പ് കേരളം ആദരവോടെ നമ്രശിരസോടെ കാണുന്ന പുണ്യഭൂമി. അവിടെ അക്ഷരത്തിന്റെ അമരചൈതന്യം കൊണ്ട് കയ്പുപോയ കാഞ്ഞിരവും ഭാഷാപിതാവിന്റെ തിരുനാരായവും. ഇന്നതൊരു അന്തർദേശീയ ഭാഷാ തീർത്ഥാടന കേന്ദ്രമാണ്. അതിന്റെ അമരത്ത് നിന്ന് MT അതിനെ സ്നേഹിച്ചിരുന്നു. എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഷേക്സ്പിയറുടെ ജന്മസ്ഥലത്തും ഒക്കെ ഞാൻ പോയിട്ടുള്ളതായിരുന്നു. കുറേ കൊല്ലം മുമ്പാണ്, 25-30 കൊല്ലമായി. അപ്പം ഞങ്ങളിതൊക്കെ നടന്ന് കണ്ടപ്പോൾ എത്ര ജനങ്ങളാണ് വരുന്നത് ഷേക്സ്പിയറുടെ ജന്മസ്ഥലം കാണാൻ വേണ്ടി. അവൻ നദിയുടെ കരയ്ക്ക് അദ്ദേഹം ജനിച്ച സ്ഥലം, പിന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ മ്യൂസിയമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആ കാരണവരുടെ എത്ര ആളുകൾ ആണ് വരുന്നത്, കുട്ടികൾ. ചെറിയൊരു കുട്ടി ഒരു മുത്തശ്ശിയും കൂടിയിട്ട് പോകുമ്പോൾ കുട്ടി മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുക, ഇയാഗോ ദുഷ്ടനായിരുന്നു. ഇ വാസ് ക്രൂവൽ, ബാഡ് മാൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ചിലരുണ്ടായിരുന്നു. ഇത്രയൊന്നും ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ എന്നൊക്കെ അന്ന് അതെല്ലാം കൂടി ഒത്തുവന്നു. എഴുത്തുകാരനായ KP രാമനുണ്ണി. MT നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. ഈ സമയത്തിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു വാചകം മഹാത്മജി മരിച്ച സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. ദി ലൈറ്റ് ഹസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈവ്സ്. നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വെളിച്ചം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മഹാത്മജിയുടെ വിയോഗത്തെപ്പറ്റി നെഹ്റു പറഞ്ഞത്. ഈ അനുഭവം ഇന്ന് എല്ലാ മലയാളിയും അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ശൂന്യത, ഇരുൾ നമ്മുടെ മൂടിയതായിട്ട് നാം അനുഭവിക്കുകയാണ്. അങ്ങനെ MT മലയാളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ തന്നെ മനസ്സാക്ഷിയായിട്ട് വർത്തിച്ച വലിയൊരു മഹാസാന്നിധ്യമാണ് തിരോഭവിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ട്. നെഹ്റു പറഞ്ഞ മാതിരി ആ ലൈറ്റ് വെളിച്ചം നഷ്ടപ്പെട്ടാലും
അത് വീണ്ടും നമ്മെ എവിടെയോ ഇരുന്നു കൊണ്ട് പ്രചോദിപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ MTയുടെ സാന്നിധ്യം, MTയുടെ മാതൃകകൾ, MTയുടെ ചിന്താഗതികൾ ഇതൊക്കെ മലയാളിയെ ഒരു വിളക്കുമാടം പോലെ നല്ല വഴിക്ക് തിരിക്കുക തന്നെ ചെയ്യും. MT സ്വകാര്യ ഭാഷങ്ങളിൽ പറയാറുണ്ട്, എനിക്കെല്ലാവരും നന്നാവണം എന്നേ ഉള്ളൂ, എൻ്റെ സ്വന്തക്കാരല്ല എൻ്റെ ശത്രുക്കൾ കൂടി നന്നാവണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഈ ആന്തരികമായിട്ടുള്ള നന്മയോടുള്ള എല്ലാവരോടുമുള്ള പരിഗണന ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും MT ഏത് മണ്ഡലത്തിൽ വന്നാലും അവിടെ വിജയിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സ് എല്ലാ മണ്ഡലങ്ങളും എല്ലാവരും നന്നാവണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം മറഞ്ഞു പോയാലും അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം നന്മയിലേക്ക് നയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നതിനോടൊപ്പം തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലും വലിയ സംഭാവനകൾ നൽകാൻ MTക്ക് സാധിച്ചു. കലാമൂല്യവും ജനപിന്തുണയും സമന്വയിപ്പിച്ച ഒരു വടക്കൻ വീരഗാഥ, വൈശാലി, പരിണയം, നഖക്ഷതങ്ങൾ, പഞ്ചാഗ്നി, ആൾക്കൂട്ടത്തിൽ തനിയെ, സതയം, മുറപ്പെണ്ണ്, സുഹൃതം, താഴ്വാരം തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ MTയുടെ തിരക്കഥയിലൂടെ പുറത്തുവന്നു. നിർമാല്യം, കടവ്, മഞ്ഞ്, ബന്ധനം, ഒരു ചെറുപുഞ്ചിരി തുടങ്ങി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ അത്രയും ഇന്ത്യൻ സിനിമ കണ്ട ക്ലാസിക്കുകളായി മാറി. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം MTക്ക് നേടിക്കൊടുത്ത സതയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സിബി മലയിൽ MTയോടൊപ്പമുള്ള അനുഭവം പങ്കിടുന്നു. MTയുടെ കഥകൾ തന്നെ, MT എഴുതുന്ന നോവലുകൾ തന്നെ ദൃശ്യ സാധ്യതകളുള്ളതാണ്. പൂർണ്ണമായിട്ടും വായിക്കുമ്പോൾ തന്നെ നമുക്കത് കാണാനും കഴിയുന്ന ഒരു ദൃശ്യഭാഷ അദ്ദേഹത്തിന്റെ നോവൽ അല്ലെങ്കിൽ കഥകളിലൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം തിരക്കഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് 10 മടങ്ങായിട്ട് നമുക്ക് ആ വരികളിൽ നിന്ന്, ആ എഴുത്തിൽ നിന്ന് ആ ദൃശ്യത്തിലേക്ക് നമ്മളെ പെട്ടെന്ന് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അത് ആണ് ഇതിയുടെ ഒരു തിരക്കഥ ഒരു നോവലിസ്റ്റിൽ നിന്നുള്ള ഒരു എഴുത്തുകാരനിലേക്ക് അല്ലെങ്കിൽ തിരക്കഥാകാരനിലേക്കുള്ള പരിണാമത്തിൽ സംഭവിക്കുന്നത്. കൂടുതൽ വ്യക്തതയോടെ പ്രേക്ഷകരിലേക്ക് അതിന്റെ ദൃശ്യങ്ങളെ സംബന്ധിപ്പിക്കാൻ കഴിയുന്ന എഴുത്തിലൂടെ അത് സിനിമയാകുമ്പോൾ അതിന്റെ ചാരുതട്ട് നഷ്ടപ്പെടാതെ അതിനെ നമുക്ക് പ്രേക്ഷകനത് ഇതിലേക്ക് സംവദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു തിരക്കഥ ചെയ്ത ആളെന്ന നിലയിൽ എനിക്ക് കുറച്ചും കൂടെ അതിനെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എഴുതി വെച്ച ഓരോ വരികളിലും അതിന്റെ വരികൾക്കിടയിലും നമ്മൾ അതിനെ ശ്രദ്ധയോടെ സമീപിക്കുമ്പോൾ അതിനെ കൂടുതൽ അർത്ഥവത്തായിട്ട് നമുക്കതിനെ ദൃശ്യവൽക്കരിക്കാൻ കഴിയുമെന്നുള്ളൊരു അനുഭവം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, ഒരു വാക്കോ ഒരു കുത്തോ ഭൂമയോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റി അത് ആ സംഭാഷണങ്ങൾ പറയാൻ കഴിയുകയില്ല. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ അതിന്റെ അർത്ഥം മാറിപ്പോകാറുണ്ട്. അതുകൊണ്ട് ഒരു സംവിധായകൻ പോലും അല്ലെങ്കിൽ ഒരു നടൻ പോലും അദ്ദേഹം എഴുതി വെച്ച സംഭാഷണങ്ങളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പറയാൻ തയ്യാറാകാറില്ല, പറയാൻ കഴിയുകയുമില്ല. കാരണം അത്രമാത്രം കൃത്യതയോടെ അദ്ദേഹം ആ വരികൾക്കിടയിൽ, ആ വാക്കുകൾക്കിടയിൽ വരേണ്ട കുത്തും കോമയും എല്ലാം കൃത്യമായിട്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് പിൻപറ്റുക മാത്രമാണ് സംവിധായകനായാലും അഭിനേതാവായാലും ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും പറയാറുള്ളതും ഏറ്റവും ലക്ഷണമൊത്ത തിരക്കഥ, ഏറ്റവും പലരും അതിശയോക്തികളെന്ന് പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് MTയുടെ തിരക്കഥ ഉണ്ടെങ്കിൽ ആർക്കും സംവിധാനം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നില്ല. അതിശയോക്തി കലർന്ന ഒരു പറച്ചിലുണ്ടായത് തന്നെ ആ തിരക്കഥയുടെ പൂർണ്ണതയെ ധ്വനിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പൊ അത്തരത്തിൽ വളരെ ഒരു സംവിധായകനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പിൻബലമായിട്ട് ആ തിരക്കഥ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പം മലയാള സിനിമ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ മുൻനിരയിൽ MTക്ക് സ്ഥാനമുണ്ട് എന്നുള്ളത് സംശയം പറയാം. ചലച്ചിത്ര രംഗത്തേക്ക് താൻ വരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് 1996 ആകാശവാണിക്ക് വേണ്ടി നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. Film is a totally different area, different medium. I got entangled with by accident 1960s, 64 or 65 or so, when one producer came to me. A producer who reads, you don't come across such types often, but this producer, he was a good reader also. He was fond of literature. He read a story of mine. He said he wants to make a film on it. And he insisted I must write the script. I didn't know anything about script writing, but he forced me. That's how I entered in it. Later on, occasionally, I write. I have written quite a number of film scripts.
I don't know, maybe more than 40. But I don't think it is literature as such. It is half technical. It is half technical and half creative. But the writer can contribute something. The written word, through the written word, the writer can contribute something to the film. So a film script is only half creative and half technical. You have to meet the demands of the techniques also. So you can say it's an extension. When you work on I take a short story of mine and I work on it, I forget. This is a literary work. I have to forget. Unless I am very careful about the technical demands, as a screenplay, it won't survive. It won't be useful to the people. So, if I am very conscious very adamant about the literary sanctity, the sanctity of the text, etc., no, it doesn't work. So these two things are separate. I keep these two things absolutely separate. ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി 1954 മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് MT എഴുതിയ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ചെറുകഥാ സാഹിത്യത്തിന് പുതിയ ഭാവുകത്വം നൽകാനും മലയാള ഭാഷയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും MTക്കായി. MTയുടെ രചനാവൈഭവത്തെക്കുറിച്ച് NS മാധവൻ. MT വാസുദേവൻ നായർക്ക് ചെറുകഥ എന്ന മാധ്യമത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ചെറുകഥയും നോവലും രണ്ടും വ്യത്യസ്ത മാധ്യമങ്ങളാണ്. നോവലിൽ ചില ഭാഗങ്ങൾ ദുർബലപ്പെടാമെങ്കിലും ചെറുകഥ പരിപൂർണമായിട്ട് പെർഫെക്റ്റ് ആയിരിക്കണം. MT അദ്ദേഹത്തിന്റെ എല്ലാ കഥകളിലും അത് പുലർത്തിയിട്ടുണ്ട്. അവിസ്മരണീയമായ ഓപ്പോൾ, ഇരുട്ടിന്റെ ആത്മാവ് തുടങ്ങിയ എല്ലാ കഥകളിലും ഈ ഒരു കണിശം പുലർത്തിയ ചെറുകഥാകൃത്താണ് MT വാസുദേവൻ നായർ. 1963 അദ്ദേഹം ചെറുകഥയ്ക്ക് ഒരു കൈപ്പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് കാതികന്റെ പണിപ്പുര. അത് ഇന്നത്തെ കാലത്തും എഴുത്തുകാർക്ക് മാർഗദർശനം നൽകുന്നു. ഭാവഗീതം പോലെ മനോഹരമായ കൃതി എന്ന് നിരൂപകർ വാഴ്ത്തിയ മഞ്ഞ് എന്ന നോവലിന്റെ രചനാ പശ്ചാത്തലത്തെക്കുറിച്ച് MT. മഞ്ഞ് എന്റെ പശ്ചാത്തലം നൈനിറ്റാളാണ്. ഞാൻ പണ്ട് കാലത്ത് കൊല്ലത്തിലൊരു മാസം യാത്ര ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഓരോ ഭാഗം കണ്ടിട്ട് 11 മാസം ജോലി ചെയ്ത 1 മാസം ഏണ്ടി ലീവ് ഉണ്ടല്ലോ, അതിനും കരുതി വെക്കുക. അങ്ങനെ ഒരു കൊല്ലം ഞാൻ പോയത് ഹിമാലയൻ പ്രദേശത്താണ്. അൽമോറ, മുക്തേശ്വർ, ആ കൂട്ടത്തിലാണ്. അപ്പൊ ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ് നൈനിറ്റാൾ. ഒരു സുഖവാസ കേന്ദ്രമാണ്, ധാരാളം ആളുകൾ. അപ്പൊ അവിടെ പോയി, പിന്നെ അവിടെ കുറച്ച് ദിവസം ഞാൻ അവിടെ താമസിച്ചു. അപ്പൊ അത് ഇതിന്റെ ഒരു പശ്ചാത്തലമാണ്. നടന്ന സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തോന്നിയ ഒന്ന്, ഞാൻ ചെല്ലുമ്പോൾ ഈ നൈനിറ്റാൾ എന്ന് പറഞ്ഞ മുനിസിപ്പൽ ടൗൺ, അവിടെ ഈ ചായ അടിക്കലും ഇതൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തു. അടുത്ത് സീസൺ വരികയാണ്. സീസണിൽ ടൂറിസ്റ്റ് വരും. ടൂറിസ്റ്റുകളെ കാത്തിരിക്കുക. അതാണ് ഈ പെയിന്റിംഗ് ഇതൊക്കെ വരുന്നത്. പഴയ ഈ തടാകത്തിൽ മൂവ് ചെയ്യുന്ന തോണികളും ഇതേപോലെ തന്നെ പെയിന്റൊക്കെ അടിച്ച്, അതാണ് ഞാൻ കാണുന്ന ഒരു സീൻ. അപ്പൊ ഈ പ്രദേശം ആളുകൾ അജ്ഞാതരായ സന്ദർശകർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുത്തെ ഒരു അമ്പലമുണ്ട്, നൈനി ദേവി ക്ഷേത്രം. അതും എൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ശിവനെ കാത്തിരിക്കുകയാണ് വധുവായിട്ട് എന്നാണ് ഒരു ഐതിഹ്യം നാട്ടുകാർ പറയുന്നത്. അപ്പൊ എല്ലാം എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നു. ഈ നഗരം തന്നെ ഒന്ന് പുഷ്പിച്ച് ഇതായിട്ട് വരും, ഹേമാക്കും മുനിസിപ്പാലിറ്റി. അപ്പോൾ ആർക്കോ വേണ്ടി, അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെട്ടൊരു കാമുകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച്, പഴയ കാലത്ത് ഇവിടെ ധാരാളം വിദേശികൾ വന്നിരുന്നു. അങ്ങനെ പഴയ കാലത്തെ ഒരു വിദേശി വന്ന് പോയപ്പോഴുണ്ടായ ഒരു പയ്യനാണ് അവിടുത്തെ തോണിക്കാരൻ ബുദ്ധു. അവനും ഏതെങ്കിലും കാലത്ത് ഈ മനുഷ്യൻ വന്ന് കാണാം എന്ന് അവനൊരു മോഹമുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ട കാമുകൻ ചിലപ്പോൾ വന്നേക്കാന്ന് വിചാരിച്ചിരിക്കുന്ന വിമല. ഇതെല്ലാമാണ് ഒരു പശ്ചാത്തലം. എന്തിനോ വേണ്ടി കാത്തിരിക്കുക. പിന്നെ അതിൽ നമ്മൾ ചില പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്നു. അതാണ് അതിന്റെ പശ്ചാത്തലം.
ഞാൻ 2 തവണ അതിന് ശേഷം പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. തടാകമൊക്കെ അതേപടിയുണ്ട്, തോണികൾ അതേപടിയുണ്ട്, പുതിയ പല ഹോട്ടലുകളൊക്കെ ഉണ്ടായി. അതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും. അത് നമ്മുടെ ഒരു പട്ടാള ക്യാമ്പ് കൂടിയായിരുന്നു അതിൻ്റെ അടുത്ത്. അപ്പം അവിടെ ഈ ചുറ്റി നടക്കുന്നവരൊക്കെ അധികം പട്ടാളക്കാരാണ്. ഒരു ഒഴിവ് സമയത്ത് ഇതിൻ്റെ പരിസരത്തിലൊക്കെ നടക്കും. ഈ കാത്തിരിപ്പിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ വിമല കാത്തിരിക്കുന്നു, ഈ നഗരം കാത്തിരിക്കുന്നു, ഈ തടാകം കാത്തിരിക്കുന്നു, അജ്ഞാതനായ ഏതൊരു വിദേശി എൻ്റെ പിതാവ് എന്ന് പറയുന്ന ആളെ പയ്യൻ കാത്തിരിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുകയാണ് വരും എന്നാണ്. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച കോഴിക്കോടിന് സർഗാത്മകമായ ഔന്നത്യം നേടിക്കൊടുക്കുന്നതിൽ MTയുടെ പങ്ക് അവിസ്മരണീയമാണ്. MTയുടെ വിയോഗം സൃഷ്ടിച്ച വേദന പങ്കുവയ്ക്കുന്നു M. മുകുന്ദൻ. ഞാൻ MTയെ പലതവണ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ വെച്ച്, മാഹിയിൽ വെച്ച്, പല സ്ഥലത്ത് വെച്ചും. ഇന്നും ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ MTയെ കണ്ടു. അത് വ്യത്യസ്തനായ ഒരു MT ആയിരുന്നു. MT ഫ്രീസറിൽ കിടക്കാണ്, മരിച്ച് മരവിച്ചിട്ട്. അത് നെഞ്ച് തകർക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ ഞാൻ MTയെ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം മരണത്തിന് കൂടെ നടന്ന ഒരാളാണ് MT. എപ്പോഴും മരണത്തിന് കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ. അപ്പോഴൊക്കെ മരണം അടുത്ത് വരുമ്പോഴൊക്കെ അതിനോട് കലഹിക്കുകയും അതിനകറ്റി നിർത്തുകയും ചെയ്ത ഒരാൾ, മരണത്തെ അതിജീവിച്ച ഒരാൾ. അങ്ങനെയുള്ള ഒരാൾ അവസാനം മരണത്തിന് മുമ്പേ തോൽവി പറഞ്ഞു. ഫ്രീസറിൽ കിടക്കുന്ന ആ ഒരു കാഴ്ച ഹൃദയഭേദകമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് MTയുടെ ദേഹം മാത്രമാണ് ഇല്ലാതെയാകുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ ഇടയിലുണ്ടാവും. നമുക്ക് എന്നും പ്രചോദനമായിരിക്കും. പ്രതിഭാധനനായ MTയെ അനുസ്മരിക്കുന്നു ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ്. ഐതിഹാസികമായ ഒരു സർഗജീവിതത്തിന്റെ പരിപൂർണ സമ്പൂർത്തിയാണ് ഇന്നലെ പൊലിഞ്ഞുപോയത്. MT വാസുദേവൻ നായരുടെ മരണം. അത്ഭുതകരമാണ് ആ സർഗശേഷി. 20ാമത്തെ വയസ്സിൽ അന്തർദേശീയ സമ്മാനം കഥയ്ക്ക് ലഭിച്ച ഒരു വ്യക്തി. 23ാമത്തെ വയസ്സിൽ നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 42ാമത്തെ വയസ്സിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ജ്ഞാനപീഠം, വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് തുടങ്ങിയിരിക്കുന്ന അവാർഡുകളൊക്കെയും തന്നെയും MTയുടെ മുന്നിൽ തോൽക്കുകയായിരുന്നു. MTയുടെ സർഗജീവിതത്തിന്റെ വ്യാപ്തി തിരക്കഥകളിലും ചേർന്ന് കിടക്കുന്നു. ഈ ജീവിതകാലത്ത് 60-ലധികം തിരക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ നിർമാല്യം, മറ്റ് പല ചലച്ചിത്രങ്ങളുടെയും തിരക്കഥാ സംഭാഷണം MTയുടേതാണ്. MT എത്ര കാലം കഴിഞ്ഞാലും MTയുടെ രചനകൾ ബാക്കിയായിരിക്കും. വ്യക്തിയല്ല, രചനയാണ് പ്രധാനം എന്ന് മലയാളത്തെ പഠിപ്പിച്ച ആളാണ് MT. ഏറ്റവും ചുരുങ്ങിയത് 2ാം ഊഴം, വാനപ്രസ്ഥം, നാലുകെട്ട്, മഞ്ഞ്, ഷെർലക്ക് തുടങ്ങിയിരിക്കുന്ന രചനകൾ മലയാളികൾ എക്കാലത്തും നെഞ്ചിലേറ്റും. അദ്ദേഹത്തിന്റെ വിയോഗം എന്തുമാത്രം ശൂന്യതയാണ് പലരിലും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും വ്യക്തിപരമായ ബന്ധം കൂടെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതം ശൂന്യമായ പോലെ തോന്നുന്നു. തീർച്ചയായും MT ആയ പോലെ. MTയുടെ ഭാഷയെയും കഥാപാത്രങ്ങളെയും കുറിച്ച് VR സുധീഷ്. MT ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ചങ്ങമ്പുഴ ഞങ്ങൾക്ക് ഒരു ഓടക്കുഴൽ തന്നു. MTയെക്കുറിച്ച് നമ്മൾ പറയുന്നത് MT വാസുദേവൻ നായർ നമുക്ക് നാലുകെട്ട് മാത്രമല്ല രാജധാനി തന്നു എന്നതാണ്. ആ നാലുകെട്ടിൽ നിന്നും രാജധാനിയിൽ നിന്നും ഇറങ്ങി വന്ന കഥാപാത്രങ്ങൾ അവർ മലയാളികളെ വശീകരിച്ചു. ഈ കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ കുടിയേറി. അതിന് കാരണം പലതാണ്. ഒന്ന്, അന്നത്തെ മലയാള സംസ്കാരത്തിൻ്റെ, അന്നത്തെ മലയാളികളുടെ പ്രതിരൂപങ്ങളാണ് ഈ കഥാപാത്രങ്ങളൊക്കെ. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ സംഗീതമയമായ ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഒരു വാചകം എഴുതുമ്പോൾ അതിന് താളമുണ്ട്, അസാമാന്യമായ താളമുണ്ട്. അത് നമുക്ക് സംഗീതം പോലെ ആസ്വദിക്കാം. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സംഗീതം ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും. ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും അന്തർമുഖനായ മനുഷ്യൻ, അദ്ദേഹം തന്നെ പറയാൻ എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച ഭാഷ വളരെ സംഗീതമയമായ ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പ്രാർത്ഥിക്കുന്ന കഥാപാത്രങ്ങളാണ്. അവരൊക്കെ എന്തിനോ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ പ്രാർത്ഥനകൾക്കൊന്നും ഫലം ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ വാചകം എന്ന് പറഞ്ഞാൽ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ വരത്തിനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്.
എന്നെങ്കിലും ഇത് തുറക്കപ്പെടുമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കഥാപാത്രങ്ങൾ എഴുതുന്നത്. പക്ഷേ അതത് സാധ്യമാകുന്നില്ല. അത് പലപ്പോഴും തോറ്റുപോകുന്ന മനുഷ്യരാണ് ഈ കഥകളിലെ മനുഷ്യർ. അവർ ജയിക്കുമെന്ന് നാം വിചാരിക്കും, പക്ഷെ അവർ തോറ്റുപോകും. തോറ്റുപോകുന്ന മനുഷ്യരുടെ കഥ എഴുതാനാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. പക്ഷെ അവർ വിജയിക്കും. അവർ ആത്മനിന്ദയോടുകൂടി, പകയോടുകൂടി, അമർഷത്തോടുകൂടി അവർ മുന്നേറുന്നു. പക്ഷെ എവിടെയോ അവർ കാലിടറി വീഴുന്നു. അവരോട് നമുക്ക് സഹാനുഭൂതിയുണ്ട്, അവരോട് നമുക്ക് സഹതാപം തോന്നും. അതാണ് എം ടി കഥാപാത്രങ്ങളുടെ വിജയം. എം ടിയുടെ എഴുത്തിൻ്റെ വിജയവും അതാണ്. മലയാളികൾക്ക് ഏറ്റവും അനായാസമായി, ഏറ്റവും ഗാഢമായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളത്. ഒരു കഥാപാത്രത്തെ പോലെ വേറൊരു കഥാപാത്രം അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പം അപ്പുണ്ണിയോട് നമുക്ക് തോന്നുന്ന സ്നേഹമല്ല ഗോവിന്ദൻകുട്ടിയോട് തോന്നുന്നത്. തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നവരാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ. അതൊരു വലിയ കൺസെപ്റ്റാണ്. തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നവർ, അവരോട് നമുക്ക് വലിയൊരു ഇഷ്ടമുണ്ട്. അവർ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നവരാണ്. പക്ഷെ തിരിച്ചു വരുന്നത് അവർ പരാജിതരായിട്ടാണ്, വിജയികളായിട്ടല്ല. തിരിച്ചു വന്ന് അവർ പരാജയപ്പെടുകയാണ്. ആ ഒരു പ്രമേയത്തോട് നമുക്ക് വലിയ താല്പര്യമുണ്ട്, മലയാളികൾക്ക് വലിയ താല്പര്യമുണ്ട്. എം ടിയുടെ വിയോഗം സാഹിത്യലോകത്ത് സൃഷ്ടിച്ച ശൂന്യതയെക്കുറിച്ച് ആലങ്കോട് ലീലാകൃഷ്ണൻ. എം ടി ഇല്ലാതാകുമ്പോൾ വാസ്തവത്തിൽ അനുഭവപ്പെടുന്ന ശൂന്യത ചെറുതല്ല. സാഹിത്യത്തിൻ്റെ വംശവൃക്ഷം വീണുപോയിരിക്കുകയാണ്. ഭാഷ അനാഥമായതുപോലെയാണ്. എം ടി ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, ഭാഷയുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ ഒരു ഭാഷാ പോരാളി കൂടിയായിരുന്നു. തുഞ്ചൻ പറമ്പ് 3.5 പതിറ്റാണ്ട് കാലമായി എം ടിയുടെ അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഫലമാണ്. മലയാള ഭാഷയ്ക്കൊരു ലോകോത്തര സ്മാരകമുണ്ടാകണം, ഭാഷ നിലനിൽക്കണം, വരും തലമുറ ഭാഷയും സർഗാത്മകതയും കാത്തുസൂക്ഷിക്കണമെന്നൊക്കെ എം ടി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അത് മുഴുവൻ ഉണ്ടായിരുന്നെങ്കിലും അതിനുവേണ്ടി ഒരു ആക്ടിവിസ്റ്റായിട്ട് പ്രവർത്തിച്ചത് തുഞ്ചൻപറമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 3.5 പതിറ്റാണ്ടോളം കാലമായി ഞാനും തുഞ്ചൻപറമ്പിലുണ്ട്. ഞങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടമാണ്, ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. ഞങ്ങളൊക്കെ അനാഥരായതുപോലെയാണ്. ഇത്രയേറെ ജനഹൃദയങ്ങളെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അനാഥരും ദുഃഖിതരും തള്ളിമാറ്റപ്പെട്ടവരും ദരിദ്രരും ഏകാകികളും ഒറ്റപ്പെടുത്തപ്പെട്ടവരുമായ മനുഷ്യരുടെ ഉള്ളിലിരുന്നിട്ടാണ് എം ടി എഴുതിയത്. എം ടി എഴുതിയപ്പോൾ എത്രയോ അനാഥ മനുഷ്യർ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നു. ഒരു മനോരോഗിയുടെ ഉള്ളിലിരുന്ന് എഴുതിയ കഥയാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. അതിന് കിടപിടിക്കാവുന്ന ഒരു കഥ ലോക സാഹിത്യത്തിലുണ്ടെങ്കിൽ അത് എം ടിയുടെ തന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളാണ്. അതും മനോരോഗിയുടെ മനസ്സിലിരുന്ന കഥയാണ്, ഇരുന്ന് കണ്ട കഥയാണ്. അത് പിന്നീട് എൻ്റെ ജാനകിക്കുട്ടിക്ക് എന്ന സിനിമയായി. ആ അർത്ഥത്തിൽ സമൂഹം പരിഗണിക്കാതിരുന്ന മനുഷ്യരിലേക്കും ജീവജാലങ്ങളിലേക്കും വരെ എം ടി ചെന്നു. ഷെർലക്കിലെ ആ പൂച്ചയൊക്കെ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഇങ്ങനെ ആലോചിച്ചാൽ 7.5 പതിറ്റാണ്ട് കാലം കൊണ്ട് പൂർണ്ണമായ ഒരു ജീവിതം സാക്ഷാത്കരിച്ചിട്ടാണ് എം ടി പോയിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതം സമ്പൂർണ്ണമായിരുന്നു. ഇനി അദ്ദേഹത്തിന് ചിലപ്പോൾ ഒന്നും തരാനുണ്ടായില്ല എന്ന് വരാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു പ്രചോദനവും ശക്തിയുമായിരുന്നു. വാസുവേട്ടൻ അവിടെ ഉണ്ട്, കോഴിക്കോട്ടുണ്ട്, വാസുവേട്ടൻ സിത്താരയിലുണ്ട് എന്ന ഒരൊറ്റ അറിവ് മാത്രം മതിയായിരുന്നു ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ. ഇപ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു ശൂന്യതയിലേക്ക് അകപ്പെട്ടതുപോലെ തോന്നുകയാണ്. വായനക്കാരനായ എം ടിയെ സ്മരിക്കുന്നു രവി DC. എം ടി എന്ന വായനക്കാരൻ ഒരുപക്ഷെ പലരും ചർച്ച ചെയ്ത് പോയേക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇത്രയേറെ വായിക്കുന്ന, പ്രത്യേകിച്ച് മലയാളത്തിൽ പല വിശ്വസാഹിത്യം പരിചയപ്പെടുത്തിയ മറ്റൊരു വ്യക്തി തന്നെ കാണില്ല. ഓൾഡ് മാൻ ആൻഡ് സീ തൊട്ട് പല പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയത് ഒരു സൈഡിൽ, മറ്റൊന്ന് പല പുസ്തകങ്ങളെപ്പറ്റി എഴുതിയിട്ടും പരിചയപ്പെടുത്തിയിട്ടുള്ള എം ടി എന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മലയാളി വായനക്കാരനും എം ടിയോട് ഇത്തരത്തിൽ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മലയാളിയുടെ വായനയുടെ തലത്തെ ഒരു അന്താരാഷ്ട്ര തലത്തിലോട്ടല്ല വിശ്വസാഹിത്യത്തിലോട്ട് കൊണ്ടുപോയി എം ടിക്കുള്ള റോള് ഒട്ടും ചെറുതല്ല. അതുപോലെ തന്നെ ഒരു പക്ഷേ എം ടിയുടെ ഒരു പൊതുയോഗത്തിൽ അവസാനമായി പങ്കെടുക്കുന്നത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 2024 ജനുവരിയിലുള്ള പരിപാടിയിലായിരിക്കും. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത്. പക്ഷേ ഈ 90-ാം വയസ്സിൽ എം ടിയുടെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ മൗനം, അല്ലെങ്കിൽ അദ്ദേഹം വളരെ കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കിലും അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഒരു കൃത്യത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഠിന്യം തീർച്ചയായിട്ടും എല്ലാ സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ തൊട്ട് എല്ലാവർക്കും ഒരു പാഠമാണ് തീർച്ചയായും. എം ടിയുടെ കൃതികൾ, അത് ഗോവിന്ദൻകുട്ടി എന്നൊരു ക്യാരക്ടർ എടുത്താലും, അല്ലെങ്കിൽ ഒരുപക്ഷെ ജമന്തിപ്പൂക്കൾ എന്ന് പറഞ്ഞ മറ്റൊരു കഥ എടുത്താലും ഒക്കെ എം ടിയുടെ കൃതികൾ, അല്ലെങ്കിൽ സാഹിത്യമല്ല രചനകൾ ഇനിയും ഒരു 1-2 നൂറ്റാണ്ടുകളെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം
അത്രയേറെ മലയാളി വായനക്കാരുടെ ഇടയ്ക്ക് MT ആഴത്തിൽ ഇറങ്ങി ചെന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് MT അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഒരുപക്ഷെ നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. MTയുടെ ജീവചരിത്രം തയ്യാറാക്കുന്ന ഡോക്ടർ K. ശ്രീകുമാർ. MT എന്ന ബഹുമുഖ പ്രതിഭ നമ്മളിൽ നിന്ന് വേർപെട്ട വാർത്ത ഇനിയും ശരിക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ നിശ്ചലമായ ശരീരം കാണാനായിട്ട് ജനങ്ങളിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് 30 വർഷമായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ട്. പല പല കർമ്മ മേഖലകളിൽ മാതൃഭൂമിയിലാണെങ്കിലും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ടൊരു ജീവചരിത്ര രചനയുടെ ഭാഗമായി അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് തയ്യാറാക്കിയ ഒരു ജീവചരിത്ര രചനയുടെ ഭാഗമായി 2 കൊല്ലത്തോളം വൈകുന്നേരം എല്ലാ ദിവസവും അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ട്. അതിൻ്റെ രചന ഏറെക്കുറെ 90% പൂർത്തിയായ സമയത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം ആശുപത്രിയിലും വീട്ടിലും മാറി മാറി ബോധാബോധങ്ങളുടെ ഒരു ഇടയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പുസ്തകം പൂർത്തിയാക്കി അതിൻ്റെ ഒരു പ്രകാശനം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടത്തണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചതുമാണ്. പക്ഷേ പുസ്തകം ഏറെക്കുറെ പൂർത്തിയാകുന്ന ഈ സമയത്ത് അദ്ദേഹം ഇല്ലാതായിരിക്കുന്നു. എങ്കിലും MT ആരാണ് എന്ന് ഏറ്റവും ആധികാരികവും സമഗ്രവുമായി പുതിയ തലമുറയ്ക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു പുസ്തകം എന്ന നിലയിലാണ് MT വാസുദേവൻ നായർ എന്ന് പേരിട്ടിട്ടുള്ള ആ ജീവചരിത്ര ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 92ാം പിറന്നാൾ ദിവസം അത് പ്രകാശനം ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പുസ്തകം ആ സമയത്ത് പുറത്തിറങ്ങും. പക്ഷേ അദ്ദേഹം ഭൗതികമായി നമ്മുടെ കൂടെയില്ല. എങ്കിലും ആ ഒരു അനുഗ്രഹം, ആ ഒരു വാത്സല്യം എന്നോട് എന്നും കാട്ടിയിരുന്ന ഒരു കരുതൽ അദ്ദേഹത്തിനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുസ്തകം എന്നത് അത് എഴുതാൻ വേണ്ടി കൂടിയാണ് എൻ്റെ ഈ നിസ്സാര ജന്മം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു സൗഭാഗ്യത്തിന്, സുഹൃതത്തിന്, അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാനായ ഒരുപാട് നല്ല നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ കൺമുന്നിൽ കാണുന്ന നിളാനദിയെ ഇഷ്ടപ്പെട്ട MT യാത്രയാവുന്നു. തിരക്കുകൾക്കു നടുവിൽ ശാന്തതയുടെ ഒരിടം തേടി MT യാത്രയാവുമ്പോൾ ബാക്കിയാവുന്നത് അദ്ദേഹം വായനക്കാർക്ക് സമ്മാനിച്ച കാലാതിവർത്തിയായ രചനകളാണ്. കാലം സാക്ഷി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.